ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ PR ആയിരുന്നു. അനുമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ PR-ന്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ PR ചെയ്യുന്ന ഒരാളാണ് അനീഷ് എന്നുള്ളത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണത് കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതിവിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ അനീഷിനോട് എനിക്ക് യാതൊരു വിരോധവും, അനീഷ് നല്ല മത്സരാർത്ഥിയാണ്, തീർച്ചയായിട്ടും നാളെ അയാൾ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ. പക്ഷേ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കരുത്, അനുമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത്. അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്, ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. അതിലിപ്പോൾ അക്ബറിന്റെയൊക്കെ PR സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ, അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിന്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പാലസ്തീനോടുള്ള സ്നേഹമുണ്ടെന്ന് പറയാം. കാര്യം അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ, ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ മത്സരാർത്ഥികളും എടുക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു PR ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR-ന്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ഇവിടെ PR എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും അത് കേവലം PR ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാതെ എല്ലാ മത്സരാർത്ഥികളും PR സംവിധാനത്തെയും സാമ്പത്തികമായി വോട്ട് പിടിക്കാനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ബിഗ് ബോസിൽ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സർവൈവലാണെന്ന് പറയും. കാരണം നമ്മൾ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹവുമായി കണക്റ്റഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് പോയി 100 ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ്, വലിയ പ്രയാസമാണെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബന്ധങ്ങളുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത്. അനീഷിന് പോയിട്ട് പ്രത്യേകിച്ച് സമൂഹവുമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല. അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടി കൂടുതലും തനിക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷിനെ ബിഗ് ബോസിൽ നിലനിർത്തുന്നത്. അതുപോലെ ഇപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിനെക്കാട്ടി മികച്ച ഗെയിമറാണ് ഞാൻ ഷാനവാസ് എന്ന് പറയും. കാരണം ഷാനവാസിന് ഫാമിലി ഉണ്ട്. അപ്പോൾ തന്റെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് 10 ദിവസം നിന്നാൽ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രീതിയിലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനും ഒരു രീതിയിലുള്ള സന്ദേശങ്ങൾക്കും പാസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു 10 ദിവസം വെറുതെ ഒരു അടച്ചിട്ട മുറിയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവർ നിങ്ങളെ കടന്നാക്രമിക്കുക, നിങ്ങൾക്ക് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരില്ലാതെ വരിക, നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രധാന ഗെയിം എന്ന് പറയുന്നത് അതിജീവനമാണ്. വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്നോട് പല ആൾക്കാരും അഭിമാനോട് സീസണിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സീസണിലെ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏറെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയുടെയും മക്കളുമൊക്കെ ഉപേക്ഷിച്ച് ബിഗ് ബോസിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നേരിടേണ്ടി വരുന്ന അറ്റാക്കുകളെക്കാട്ടിയും കൂടുതലും ഇവരിൽ നിന്ന് അകന്ന് ഇവരുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ അതിജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗെയിമായിട്ട് ഞാൻ കാണുന്നത്. അത്തരം എനിക്കൊപ്പം ഗെയിം കളിച്ച ഒരാളാണ് ശിരിച്ചേട്ടൻ. വേറെ അധികം ഇമോഷണൽ കണക്ഷനുള്ള ആൾക്കാർ ഹൗസിൽ കുറവായിരുന്നു, താരതമ്യേന കുറവായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ അനുമോൾ എന്താണ് അവിടെ ചെയ്തത്, അല്ലെങ്കിൽ അനുമോളെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അനുമോളെ എന്തിനാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത്. അനുമോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അനുമോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കഥകളും ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ മേളിൽ വരികയും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇപ്പോൾ ലാലേട്ടൻ വന്ന അനുമോളെ അത് ശക്തമായി ക്രൂശിക്കുന്നുണ്ട് പല വീക്കുകളിലും. അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പൊ അവസാനത്തെ വീക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു, അങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാള് ഇഷ്ടമല്ല, അതായത് അയാൾ അനുമോളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അനുമോൾ അയാളോട് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അപ്പം അയാൾ അവിടെ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുന്നതിന് പകരം അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നു. ഇനി അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു, ആ ഇഷ്ടം സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാർ അതിക്രൂരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് ഒരു സ്ഥലത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം അയാൾ തിരിച്ച് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മുടെ ശത്രുവാണ്, അല്ലല്ലോ. അപ്പോൾ തിരിച്ച് അനുമോൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുമോൾ സത്യം വിളിച്ചു പറയുമ്പോൾ അവരെ മനസ്സിലാക്കാനോ അവർ പറയുന്ന യാഥാർത്ഥ്യത്തെ ചിന്തിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല. അതേസമയം ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുൻപ് സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് തനിക്ക് അനീഷിനോടുള്ള ഇഷ്ടം വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമല്ല,
എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മനോഭാവമല്ല. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടി വരിക, പുറമേ നിന്ന് വന്ന മത്സരാർത്ഥികളുടെ അതിക്രൂരമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കേണ്ടി വരിക, പലതും സത്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് വിജയിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഷോയിൽ നമ്മൾ സമൂഹത്തോടാണ് പറയേണ്ടത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര മിടുക്കരൊന്നും അല്ലായിരിക്കാം, നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ശുദ്ധരായിരിക്കും, നിങ്ങളുടെ ഉള്ളിലൊരു നന്മയുണ്ടായിരിക്കും, നിങ്ങളുടെ സത്യസന്ധനായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സാ വാച മറ്റൊരാളോട് ദ്രോഹിക്കണമെന്ന് ചെയ്യാത്തൊരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലുമൊക്കെ ക്രൂശിക്കുന്ന സമയത്ത് ഈശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമല്ലോ. അതിനെയാണല്ലോ നമ്മൾ ഈശ്വര ചൈതന്യമെന്നും ഈശ്വരീയതയെന്നും അനുഗ്രഹമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹൗസിനുള്ളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാൾ കള്ളത്തരം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഒന്നടങ്കം അയാളെ ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചറിയേണ്ടത് പ്രേക്ഷകരാണ്. അപ്പം നമ്മൾ അവിടെ വോട്ട് ചെയ്യുന്നത് അനുമോൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കല്ല, മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ്, ശരികൾക്ക് അനുകൂലമായിട്ടാണ്. ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഒട്ടേറെ പ്രത്യേകതകളോടെ ആരംഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ 5 തീരുമാനമായി. ഫിനാലെ വീക്കിൽ നടന്ന രണ്ടാമത്തെ മിഡ് വീക്ക് എവിഷനിലൂടെയാണ് 6 പേരുണ്ടായിരുന്നിടത്ത് ഒരു മത്സരാർത്ഥി കൂടി പുറത്തായത്. അക്ബർ, അനീഷ്, ഷാനവാസ്, നെവിൻ, അനുമോൾ, നൂറ എന്നിങ്ങനെ 6 മത്സരാർത്ഥികളായിരുന്നു ഈ ഒരു ഹൗസിൽ ബാക്കി ഉണ്ടായിരുന്നത്. ഇവരെ ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ച് ഒരു ടാസ്കിലൂടെയാണ് ബിഗ് ബോസ് എവിക്ഷൻ പ്രഖ്യാപിച്ചത്. അവിടെ 6 പെഡസ്റ്റലുകളിൽ തങ്ങളുടെ പേര് എഴുതിയതിന് പിന്നിലാണ് അതാത് മത്സരാർത്ഥികൾ നിൽക്കേണ്ടിയിരുന്നത്. അവരവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പസിലാണ് അവർക്ക് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. ഏത് മത്സരാർത്ഥിക്കാണോ സ്വന്തം ചിത്രം പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത് ആ മത്സരാർത്ഥി പുറത്താകുമെന്നത് ബിഗ് ബോസിന്റെ പ്രഖ്യാപനം. മത്സരാർത്ഥികൾ ചങ്കെടുപ്പോടുകൂടി സമീപിച്ച ഈ ഒരു ടാസ്കില് മറ്റെല്ലാവർക്കും തങ്ങളുടെ ഈ ഒരു ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു, ഒരാൾക്കൊഴികെ. നൂറയായിരുന്നു അത്. പാർട്ട്ണറായ ആദില ആദ്യത്തെ മിഡ്വീക്ക് എവിഷനിലൂടെ പുറത്തായതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത മിഡ്വീക്ക് എവിഷനിലൂടെ നൂറയും പുറത്തേക്ക് പോകുന്നത്. ഇതോടെ സീസണിലെ ഫൈനൽ 5 തീരുമാനമായി. അക്ബർ, ഷാനവാസ്, അനുമോൾ, നെവിൻ, അനീഷ് എന്നിവരാണ് സീസൺ 7 ടോപ്പ് 5 മത്സരാർത്ഥികൾ. മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം വരാത്ത സീസണായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഫിനാലെയോട് അടുത്ത വാരങ്ങളിൽ പ്രേക്ഷകരുടെ ആവേശവും വർദ്ധിച്ചു. മുൻപ് നടന്ന പല സീസണുകളിൽ 50 ദിനങ്ങൾ പിന്നിടുന്ന സമയത്ത് തന്നെ വിജയി ആരെന്നുള്ള കാര്യത്തിലെ ഏറെക്കുറെ തീരുമാനമാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിനാലെ വീക്ക് അടുക്കുമ്പോൾ ഹൗസിൽ ഇത്രയും മത്സര ആവേശം ഉണ്ടായിരുന്നില്ല. അതേസമയം ഫൈനൽ 5 നിന്ന് കപ്പുയർത്തുന്നത് ആരെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് മത്സരാർത്ഥികളെല്ലാം. സോഷ്യൽ മീഡിയ പോളുകളിലും 2 പേരുടെ പേരുകളാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. അത് അനീഷും അനുമോളുമാണ്. ഫിനാലെ വീക്കിലെ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഈ ഒരു ഫൈനൽ 5 തീരുമാനത്തെ വലിയൊരളവിൽ സ്വാധീനിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നാളെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെയോടുകൂടി ബിഗ് ബോസ് സീസൺ 7 ആവേശോജ്വലമായിട്ടുള്ള യാത്ര അവസാനിക്കുകയാണ്. 24 മത്സരാർത്ഥികൾ പങ്കെടുത്ത ഈ ഒരു സീസൺ അതിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ 5 മത്സരാർത്ഥികൾ വീടിനകത്ത് അവശേഷിക്കുന്നത്. ഈ 5 ഫൈനലിസ്റ്റുകളും 100 ദിവസത്തെ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഈ 5 പേരിൽ ആരാകും ടൈറ്റിൽ വിന്നർ എന്നുള്ള ആകാംക്ഷയിൽ നിൽക്കുമ്പോഴും മത്സര ബുദ്ധിയോടെ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് 100 ദിവസങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതും ഓരോരുത്തരെ സംബന്ധിച്ചും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിഗ് ബോസ് വിജയിക്ക് പ്രഖ്യാപിച്ചിരുന്ന സമ്മാന തുക 50 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ സീസണിലെ ചില ടാസ്കുകളും നിയമങ്ങളും സമ്മാന തുകയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. മണി ബോക്സ് ടാസ്കിന് പകരം ഇത്തവണ അവതരിപ്പിച്ച ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക അത്രയും ഗ്രാൻഡ് പ്രൈസിൽ നിന്നാണ് കുറയുന്നത്. ഈ കുറവുകൾക്ക് ശേഷം 1ാം സമ്മാനം നേടുന്ന മത്സരാർത്ഥിക്ക് ലഭിക്കുക 45.4 ലക്ഷം രൂപയാണ്. കൂടാതെ സമ്മാന തുകയ്ക്കുള്ള നികുതി അതായത് 30% വരെ ബാധകമാകും. ഇതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിച്ചിരുന്ന കാറുകളും മറ്റ് സർപ്രൈസ് സമ്മാനങ്ങളും വിജയി കാത്തിരിക്കുന്നുണ്ടാകും. മത്സരാർത്ഥിയുടെ മുൻപ് ലഭിച്ച പ്രശസ്തി, സെലിബ്രിറ്റി പദവി, അതുപോലെ ഒപ്പിട്ട കരാറ് എന്നിവയെ ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 100 ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ മത്സരാർത്ഥികൾ സാമ്പത്തികമായി എത്രത്തോളം നേട്ടമുണ്ടാക്കി, ഓരോ ഫൈനലിസ്റ്റും നേടിയ പ്രതിഫലത്തിന്റെ ഏകദേശ കണക്കുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന 2 പേർ അനുമോളും ഷാനവാസുമാണ്. ഏറ്റവും കുറവ് പ്രതിഫലം കൈപ്പറ്റുന്നയാള് അനീഷുമാണ്. ഇത്തവണ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥി അനുമോളാണ്. ഒരു ദിവസത്തിന് പ്രതിഫലമായി അനുമോൾക്ക് ലഭിക്കുന്നത് 65,000 രൂപയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ 100 ദിവസങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ പ്രതിഫലമായിട്ട് മാത്രം അനുമോളുടെ കയ്യിലെത്തുക 65 ലക്ഷം രൂപയാണ്. കുങ്കുമപ്പൂ എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെയാണ്
മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിട്ട് മാറിയ നടനാണ് ഷാനവാസ്. പ്രതിദിനം 35,000 രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ 100 ദിവസങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ പ്രതിഫലമായിട്ട് ഷാനവാസിന്റെ കയ്യിലെത്തുക 35 ലക്ഷം രൂപയാണ്. ഇനി വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിന് പ്രതിഫലമായിട്ട് അക്ബറിന് ലഭിക്കുന്നത് 5,000 രൂപയാണ്. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ 5 ലക്ഷം രൂപയോളമാണ് 100 ദിവസം പിന്നിടുമ്പോൾ അക്ബറിന് ലഭിക്കുന്നത്. അക്ബറിന് സമാനമായിട്ടുള്ള പ്രതിഫലം തന്നെയാണ് നെവിനും കൈപ്പറ്റുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. നെവിനും ഒരു ദിവസത്തെ പ്രതിഫലമായിട്ട് 5,000 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതായത് 5 ലക്ഷം രൂപയുള്ള നെവിനും തന്റെ ബിഗ് ബോസ് യാത്രയ്ക്ക് ഒടുവിൽ കൈകളിലെത്തും. കോമണർ ഭാഗത്തിലെ ഷോയിലേക്ക് എത്തിയ അനീഷ് സെലിബ്രിറ്റി മത്സരാർത്ഥികളെ പോലെ വലിയൊരു പ്രതിഫലം ലഭിക്കാൻ സാധ്യതയില്ല. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അടിസ്ഥാന വേതനമായിട്ടുള്ള 3,500 രൂപ മുതൽ 5,000 വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രതിദിന ശമ്പളം എന്ന് പറയുന്നത്. എങ്കിലും 100 ദിവസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് ഒരു സെലിബ്രിറ്റി പദവിയോടെയാണ് എന്നുള്ള വലിയ നേട്ടം അനീഷിനുമുണ്ട്.